എന്തുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾക്ക് വായിക്കാൻ പോലും കിട്ടാത്ത ഇത്രയും വിചിത്രവുമായ സങ്കീർണമായ പേരുകൾ നൽകുന്നത്? ഇത് ഡോക്ടർമാർക്ക് മാത്രം മനസ്സിലാക്കാനുള്ള വല്ല രഹസ്യ കോഡുമാണോ? ഇതിന് പിന്നിലെ ആരും പറയാതെ ഞെട്ടിക്കുന്ന മാർക്കറ്റിംഗ് ശാസ്ത്രം ഇതാണ്. നമ്മൾ കാണുന്ന മരുന്നുകളുടെ പേരുകൾ ചുമ്മാ ലോട്ടറിയിട്ട് തിരഞ്ഞെടുക്കുന്നതല്ല. ഓരോ മരുന്നിനും കൃത്യമായ 3 പേരുകളുണ്ട്. ഒന്ന്, അതിന്റെ കെമിക്കൽ നെയിം, മരുന്നിന്റെ തന്മാത്രാ ഘടന വിവരിക്കുന്ന പേരാണ്. ഉദാഹരണത്തിന് N4 ഹൈഡ്രോക്സി ഫിനൈൽ അസറ്റിമൈഡ്. ഇത് സാധാരണക്കാർക്ക് പറഞ്ഞു വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനൊരു രണ്ടാമത്തെ പേരിടും. അതാണ് ജനറിക് നെയിം. ഈ പേരിടുന്നതിന് സ്റ്റെംസ് എന്നൊരു കൃത്യമായ ശാസ്ത്രീയ കോഡ് ഉണ്ട്. ഒരു മരുന്നിന്റെ പേര് സിലിൻ, അതായത് അമോക്സിലിൻ എന്നാണ് അവസാനിക്കുന്നതെങ്കിൽ അത് ആന്റിബയോട്ടിക് ആണ്. ഒളോൾ അഥവാ ആന്റിനോളോൾ എന്ന് അവസാനിച്ചാൽ അത് പ്രഷറിനുള്ള മരുന്നാണ്. ഈ അവസാന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അത് ഏത് രോഗത്തിലുള്ള മരുന്നാണെന്ന് ഡോക്ടർമാർക്ക് കൃത്യം മനസ്സിലാവും. മൂന്നാമത്തേത് കമ്പനികൾ നൽകുന്ന ബ്രാൻഡ് നെയിമാണ്. ഉദാഹരണത്തിന് കാൽപോൾ. എന്തുകൊണ്ടാണ് ഈ പേരുകളിൽ HZQV പോലുള്ള അക്ഷരങ്ങൾ, അതായത് സെനാക്സ്, സാൻഡാക് കൂടുതൽ വരുന്നത്? കാരണം ഇതിന് പിന്നിൽ ഒരു ഭാഷാശാസ്ത്രമുണ്ട്. പല വിദേശ രാജ്യങ്ങളിലും H അല്ലെങ്കിൽ J പോലുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. അതുകൊണ്ട് ലോകത്ത് എവിടെ പോയാലും ഒരേപോലെ ഉച്ചരിക്കാൻ പറ്റുന്നതും കേൾക്കുമ്പോൾ ബലമുള്ളതുമായ കട്ടി അക്ഷരങ്ങൾ നോക്കിയാണ് കമ്പനികൾ ബ്രാൻഡ് നെയിം ഇടുന്നത്. ഈ ഒരു രഹസ്യം ഉപയോഗിച്ച് നിങ്ങളുടെ മെഡിക്കൽ ബില്ലുകളിൽ നിന്നും വലിയൊരു തുക എങ്ങനെ ലാഭിക്കാം? ഇതിനായി ജനറിക് സ്റ്റെം ചെക്ക് ശീലമാക്കുക. കമ്പനികളുടെ വലിയ ബ്രാൻഡ് പരസ്യങ്ങളിൽ പോയി വീടരുത്. ഒന്ന്, ഡോക്ടർ എഴുതിത്തരുന്ന മരുന്നിന്റെ സ്ട്രിപ്പിലെ വലിയ പേരിന്റെ താഴെ തന്നെ ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന ജനറിക് പേര് ഏതാണെന്ന് ശ്രദ്ധിക്കുക. 2, ഫാർമസിയിൽ പോകുമ്പോൾ ഈ മെയിൻ ബ്രാൻഡിന് പകരം ഇതേ കെമിക്കൽ ഫോർമുലയുള്ള സർക്കാർ അംഗീകൃത ജനറിക് മരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു വാങ്ങുക. 2 മരുന്നിൽ അടങ്ങിയിരിക്കുന്ന ആക്റ്റീവ് മോളിക്കുലർ ഒന്നായതുകൊണ്ട് ഗുണം ഒന്ന് തന്നെ ആയിരിക്കും. എന്നാൽ ബ്രാൻഡ് പേരിന്റെ പൈസ കൊടുക്കേണ്ടതിനാൽ 70% മുതൽ 80% വരെ വിലക്കുറവിൽ നിങ്ങൾക്ക് മരുന്ന് ലഭിക്കും. മരുന്നുകളുടെ വിചിത്രമായ പേരുകൾ ഡോക്ടർമാരെ പറ്റിക്കാനല്ല, മറിച്ച് അവയുടെ കെമിക്കൽ കുടുംബത്തെ തിരിച്ചറിയാനുള്ള ആഗോള കോഡാണ്. അതാണ് യഥാർത്ഥ മെഡിക്കൽ റിയാലിറ്റി. വിപണിയിലെ ശാസ്ത്രത്തിലെ ഇത്തരം കണ്ണു തുറന്ന രഹസ്യങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഫോളോ അടിക്കൂ. സ്റ്റേ ലോജിക്കൽ. ബൈ.